ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 11-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? കുപ്പിയിലെത്ര സഞ്ചിയിലെത്ര. അപ്പോൾ ഈ ചിത്രം മക്കൾ നല്ലോണം നോക്കി വെച്ചോളി കേട്ടോ. എന്താ അവർ ചെയ്യുന്നത്? വെള്ളം കൈമാറ്റം ചെയ്യുകയാണല്ലേ. ഫസ്റ്റ് ഒരാളുടെ കയ്യിലെടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ബക്കറ്റിൽ എത്രയാണ് എത്തുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കാം. വെള്ളം കൈമാറി കളി, അതാണ് കേട്ടോ നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടത്. ഈ കളി നമുക്കും കളിക്കാം അല്ലേ. ഒരു കുട്ടി പറയാണ് ക്ലാസ്സിൽ ജയിച്ച ഗ്രൂപ്പ് ആരാന്ന് അവിടെ എഴുതാൻ സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇതുപോലെ കളിച്ചിട്ട് ഏത് ഗ്രൂപ്പാണ് ജയിച്ചതെന്ന് അവിടെ എഴുതണം. ലേജുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് ഈ കളി കളിച്ചത്. കളിയുടെ അവസാനം ഓരോ ഗ്രൂപ്പിൻ്റെയും പാത്രത്തിലുണ്ടായിരുന്ന വെള്ളമാണ് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പും കളിച്ച സമയത്ത് കിട്ടിയ വെള്ളമാണ് ഗ്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് 5 വരെ ഉണ്ട്. ലേജുവിൻ്റെ ഗ്ലാസ്സിലെ ഏത് ഗ്രൂപ്പാണ് വിജയിച്ചത്? അപ്പോൾ ഗ്ലാസ്സിലെ വെള്ളം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് ഗ്രൂപ്പാണ് ജയിച്ചത്. ഗ്രൂപ്പ് 5 ആണല്ലേ. 5-ാമത്തെ ഗ്ലാസ്സിലാണ് അധികം വെള്ളമുള്ളത്, നിറയെ വെള്ളമുള്ളത് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 5 എന്നവിടെ എഴുതാം. ഇനി വാട്ടർ ബെൽ കേട്ടല്ലോ. എല്ലാവരും വെള്ളം കുടിക്കൂ അല്ലേ. അപ്പോൾ വാട്ടർ ബെൽ എന്തിനുള്ള ബെല്ലാണ്? എല്ലാവർക്കും വെള്ളം കുടിക്കാനും ബോട്ടിലിൽ വെള്ളം ഇല്ലെങ്കിൽ നിറയ്ക്കാനൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഇനി ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കൂ എന്ന് ടീച്ചർ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ചെയ്യണത് ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ്? അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുതാന്ന് നോക്കുക. എത്ര ഗ്ലാസ് വെള്ളം അതിൽ കൊള്ളൂന്നും ഇവിടെ എഴുതണം കേട്ടോ. ഇനി ഇവിടെ കുപ്പിയിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 5 കുപ്പികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. പല വലിപ്പത്തിലുള്ള കുപ്പികളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? കുപ്പിക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. കൂടുതൽ വെള്ളം കൊള്ളുന്ന കുപ്പിക്ക് വട്ടം വരയ്ക്കുക. ഏതാ മക്കളെ? 2-ാമത്തെ കുപ്പിയാണല്ലേ, അതല്ലേ വലിയ കുപ്പി. അപ്പോൾ അതിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വട്ടം വരച്ചു കൊടുക്കണം. അടുത്ത ചോദ്യം എന്താണ്? ഏറ്റവും കുറവ് വെള്ളം കൊള്ളുന്ന കുപ്പി ഏതാണ്? കുപ്പിക്ക് ചുറ്റും ചതുരം വരയ്ക്കുക. അപ്പോൾ ചെറിയ കുപ്പി അല്ലേ, കുറച്ച് വെള്ളം കൊള്ളുന്നത് ഏത് കുപ്പിയാണ്? ചെറിയ കുപ്പിയാണ്. അപ്പോൾ 5-ാമത്തെ കുപ്പിയാണല്ലേ ചെറുത്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? വട്ടാണോ? അല്ലല്ലേ, ചതുരം വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടി ടീച്ചറോട് പറയാണ് എൻ്റെ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം നിറയ്ക്കാമെന്ന് അമ്മ പറഞ്ഞു എന്നല്ലേ. അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ വെള്ളം നിറയ്ക്കാമെന്ന്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കിയാലോ എന്ന്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ അളക്കുക? അതൊക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം കേട്ടോ. വാങ്ങുന്ന സാധനങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ 1 ലിറ്റർ എന്ന അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതെല്ലാം? എന്തൊക്കെയാണ് നിങ്ങൾ 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാറുള്ളത്? അപ്പോൾ കുറച്ച് ഞാനിവിടെ എഴുതുന്നുണ്ട്. വെളിച്ചെണ്ണ, വെള്ളം, സോപ്പ് ലായനി, ദോശമാവ്, എണ്ണ, സർവത്ത്, പെനോയിൽ, പിന്നെ ഒരുപാട് പാനീയങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇനിയും മക്കൾക്ക് ഒരുപാട് കേട്ടോ. പെട്രോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങൂലേ, വണ്ടിയിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് ലിസ്റ്റായിട്ട് എഴുതുക കേട്ടോ. അടുത്തത് അളക്കാം, നിറയ്ക്കാം. ഇത്തരം അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര വെള്ളം നിറയ്ക്കാമെന്ന് നോക്കൂ. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അളവ് പാത്രങ്ങൾ? ഇല്ല അല്ലേ. ഇവിടെ ഒരു കുട്ടി പറയാണ് എനിക്ക് അളവ് പാത്രം ഇല്ലയെന്ന്. അപ്പോൾ എങ്ങനെയാണ് അളവ് പാത്രം ഉണ്ടാക്കാൻ നോക്കുക? ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങളുടെ സഹായത്തോടെ 1 ലിറ്റർ, 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ എന്നിങ്ങനെ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കുക. ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. 200 മില്ലി ലിറ്റർ പാത്രത്തിൽ 100 മില്ലി ലിറ്ററും 50 മില്ലി ലിറ്ററും അളവുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ നമുക്കൊരു അളവ് പാത്രം ഉണ്ടാക്കാം കേട്ടോ. ലിറ്ററിനേക്കാൾ ചെറിയ അളവാണ് എന്ത്? മില്ലി ലിറ്റർ അല്ലേ. ഇനി 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? പാല്, തൈര്, മോര്, പിന്നെയോ ഓയിൽ, വെള്ളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാനീയങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വെള്ളം 500-ൻ്റെത് വാങ്ങും, 200-ൻ്റെത് വാങ്ങും, ലിറ്ററിൻ്റെത് വാങ്ങും അല്ലേ. അപ്പോൾ മില്ലി ലിറ്റർ നമ്മൾ ചുരുക്കിയിട്ട് എന്താ പറയുക? മില്ലി അല്ലേ. അതായത് ML എഴുതിയാലും മതി. ലിറ്ററിനെ ആണെങ്കിലോ ലീ നെടും അല്ലെങ്കിൽ L എന്ന് എഴുതിയാലും മതി കേട്ടോ ചുരുക്കിയിട്ട്. ഇനി എന്താണ്? എത്ര വെള്ളം?
നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്? മക്കൾ ഓരോരുത്തരും എത്ര കുടിക്കുന്നുണ്ട്, അത് എത്ര ഗ്ലാസ് ആണെന്നുള്ളത് അവിടെ എഴുതുക. അതിനുശേഷം അളന്ന് പറയാനാണ്. അത് എത്ര ലിറ്റർ ആണ്, അല്ലെ 500 ആണോ ലിറ്റർ ആണോ, അല്ലെ എത്ര ലിറ്റർ ആണെന്ന് നിങ്ങൾ അളന്നിട്ട് പറയണം. നിങ്ങളുടെ അളവ് പാത്രം ഉപയോഗിച്ച് വീട്ടിലെ വിവിധ പാത്രങ്ങളിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ഊഹിച്ചും അളന്നും എഴുതണം. അപ്പം നിങ്ങൾ തന്നെ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള പാത്രത്തിൽ, ഓരോ പാത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നിങ്ങൾ അളന്ന് നോക്കിയിട്ട് എത്ര ലിറ്റർ ഓരോ പാത്രത്തിലും കൊള്ളുന്നുണ്ടെന്ന്, ചായ ഗ്ലാസ്സിൽ എത്ര കൊള്ളുന്നുണ്ടെന്ന് ആദ്യം ഊഹ എഴുതുക. എന്നിട്ട് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് എഴുതുക. കപ്പിൽ ഊഹ എഴുതുക, അളന്ന് നോക്കിയിട്ട് കറക്റ്റ് എഴുതുക. അങ്ങനെ ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് പാൽ സൊസൈറ്റി. അപ്പോൾ മക്കളെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ലിറ്ററിലും മില്ലി ലിറ്ററിലും ഒക്കെ പറയുക എങ്ങനത്തെ സാധനങ്ങളാണ്? നമ്മൾ ഇതുപോലെ വെള്ളം പോലെ അല്ലേ, ലൂസായിട്ട് ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ ലിറ്ററിലും മില്ലി ലിറ്ററിലും ഒക്കെ പറയുക. വെള്ളം, എണ്ണ, ഓയിൽ, പാല്, അതൊക്കെ പോലുള്ളതാണ് കേട്ടോ. ഖരാവസ്ഥയിലുള്ളതും വാതകാവസ്ഥയിലുള്ള ഒന്നും പറയില്ല, ഇതാണ് കേട്ടോ പറയുക. പിന്നെ ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാല് കൊടുത്തു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു. 2 ലിറ്ററിൻ്റെ പാത്രമാണ്, 2 തവണ പാലളന്നു. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ എത്ര ലിറ്റർ പാല് കൊടുത്തു? എത്രയാ മക്കളെ? 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ. അപ്പോൾ എത്രയാണ്? 4 ആയില്ലേ. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ, അപ്പോൾ എത്രയാ? 1 ലിറ്റർ തന്നെ. അപ്പോൾ 4ഉം 1ഉം എത്രയാണ്? 5 ലിറ്ററാണ് ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് എഴുതി നോക്കാം. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ, ഒരു തവണ അളക്കുമ്പോൾ 2, 2 തവണ അളക്കുമ്പോൾ 4 അല്ലേ. 2 × 2 4 ലിറ്ററാണ്. പിന്നെ 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ അളന്നാലോ എത്രയാ? 1 ലിറ്റർ തന്നെ. പാലിൻ്റെ അളവ് അപ്പോൾ എത്രയാണ്? 4ഉം 1ഉം 5 ലിറ്ററാണ്. ലേജുവിൻ്റെ അച്ഛന് ശേഷം പാല് കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണയും 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയും അളന്നൊഴിച്ചു. ജാനകി ചേച്ചി എത്ര ലിറ്റർ പാല് കൊടുത്തു? മക്കളെ നോക്കിക്കേ. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് എത്ര തവണയാ? 3 തവണ അല്ലേ. അപ്പോൾ എത്രയായി? 1 + 1 + 1 എത്രയാ? 3 ലിറ്ററായി. ഇനി പിന്നെ 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ. അപ്പോൾ എത്ര? 200ൻ്റെ ഇരട്ടി എത്ര? 1 200, 2 200 ആകുമ്പോൾ 400 അല്ലേ. 400 മില്ലി ലിറ്ററുമാണ് വരിക. അപ്പോൾ എത്രയാ? 3 ലിറ്റർ 400 മില്ലി ലിറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലേ. 1 ലിറ്റർ പാത്രം കൊണ്ട് 3 തവണ അളന്നാൽ 3 ലിറ്റർ. 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നാലോ 400 മില്ലി ലിറ്റർ. അപ്പോൾ മൊത്തം പാലിൻ്റെ അളവ് 3 ലിറ്റർ 400 മില്ലി ലിറ്റർ. അപ്പോൾ മില്ലി ലിറ്റർ എന്ന് എഴുതിയത് കണ്ടോ? മില്ലി അല്ലേ, മലയാളത്തിലായതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. ഇനി ML എന്ന് എഴുതിയാലും മതി കേട്ടോ. ലിറ്ററിന് L എന്ന് എഴുതിയാലും മതി. പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 ലിറ്റർ പാല് കൊടുത്തത് ലേജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു. ബാക്കി എത്ര പാലുണ്ട്? ലേജുവിൻ്റെ അച്ഛൻ എത്ര ലിറ്ററാണ് കൊടുത്തത് മക്കളെ? 5 ലിറ്ററാണ് അല്ലേ. അതിൽ നിന്നും 3 ലിറ്റർ പാല് ചായക്കടക്കാരൻ ബഷീറിന് കൊടുത്താൽ 5ൽ നിന്നും 3 ലിറ്റർ പോയാൽ എത്രയാ? ബാക്കി 2 ലിറ്റർ പാലാണ് അല്ലേ ഉള്ളത്. ഇനി ചെറിയ അളവ്. ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതൂ. ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. കഴിക്കാൻ മരുന്ന് എടുക്കുന്നത്, കറിയിൽ ഉപ്പിടുന്നത്, പിന്നെയോ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഫസ്റ്റത്തത് ഉപയോഗിക്കും അല്ലേ. പിന്നെ രക്തം എടുക്കാനും മരുന്ന് കയറ്റാനൊക്കെ സിറിഞ്ച് ഉപയോഗിക്കും. പിന്നെയോ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ ചെറിയ സ്പൂൺ ഉപയോഗിക്കും. മരുന്ന് കണ്ണിലൊക്കെ ഉറ്റിക്കാനൊക്കെ ആ ഫസ്റ്റത്തെ തന്നെ ഉപയോഗിക്കും. പിന്നെ നമുക്ക് ആ പാത്രം എന്താണ്, ചില കടകളിലൊക്കെ കടല എടുക്കാൻ വരെ അങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ തോനെയും കഷായങ്ങളൊക്കെ അളന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആ ഒരു പാത്രം ഉപയോഗിക്കുക. അപ്പോൾ മക്കൾക്ക് അറിയുന്നതൊക്കെ എഴുതി ചേർക്കുക കേട്ടോ. അങ്ങനെ ഇനി മക്കൾക്ക് 2 പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ അവിടെ ചെയ്യാൻ. മരുന്ന് കഴിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, സ്പൂണിൽ എത്ര മില്ലി ലിറ്റർ മരുന്ന് കൊള്ളും അളന്നെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മില്ലി ലിറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് മരുന്നിൻ്റെ അളവ് പാത്രം തരൂലേ, ഒരു മൂടി തരൂലേ, അതിൽ ഒഴിച്ച് നോക്കുക സ്പൂണിലെടുത്തിട്ട് എത്ര മില്ലി ലിറ്റർ ആണെന്ന് നോക്കിയിട്ട് അത് എഴുതുക കേട്ടോ. അതുപോലെ കുപ്പിയുടെ അടപ്പിൽ എത്ര മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്നും അളന്ന് നിങ്ങൾ എഴുതണേ.
മക്കൾ കണ്ടിട്ടില്ലേ മരുന്ന് കുപ്പീൻ്റെ മേലൊക്കെ എഴുതി തരുന്നത് ഇത്ര 5 മില്ലി ലിറ്ററാണ് ഒരു നേരം കൊടുക്കേണ്ട, 5 മില്ലി ലിറ്റർ 3 നേരം അല്ലെ 3.5 മില്ലി ലിറ്റർ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു അടപ്പും ആ മരുന്നിൻ്റെ കൂടെ തന്നെ മുകളിൽ ഉണ്ടാവൂലേ. അപ്പോൾ അത് നോക്കിയിട്ടാട്ടോ നിങ്ങൾ അളന്നെഴുതേണ്ടത്. അടുത്തത് എന്താണ്? അത്തർ കച്ചവടം. ലേജുവിൻ്റെ അച്ഛന് അത്തർ കച്ചവടവുമുണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്തർ വാങ്ങി 5 മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത്. 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണം? അപ്പം മക്കളെ 5 മില്ലി ലിറ്ററാണ് 20 കുപ്പിയിൽ നിറയ്ക്കണം. അപ്പം 5 മില്ലി ലിറ്റർ 20 പ്രാവശ്യം വേണം അല്ലേ 20 കുപ്പിയിൽ നിറയ്ക്കണമെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 5 ഗുണിക്കണം 20 എത്രയാണ്? 10 5 50 20 5 100. അപ്പോൾ എത്ര വേണം? 100 മില്ലി ലിറ്റർ വേണം 20 കുപ്പിയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി 20 മില്ലി ലിറ്റർ അത്തർ എത്ര കുപ്പിയിൽ നിറയ്ക്കാം? അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഹരണം പഠിച്ചിട്ടില്ലേ. അപ്പം അത് ചെയ്തു നോക്കാം. 20നെ ഒരു കുപ്പിയിൽ എത്ര മില്ലി ലിറ്ററാണ് അത്തർ വേണ്ടത്? 5 മില്ലി ലിറ്ററാണ്. അപ്പോൾ 20നെ 5 കൊണ്ട് ഹരിക്കാം. എത്ര 5 20? 4 5 അല്ലേ. അപ്പം നമുക്ക് 4 കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റും. അടുത്തത് സൂപ്പർ മാർക്കറ്റ്. എന്തൊരു ഭാരം, ഉയർത്താനാകുന്നില്ല. അപ്പം അച്ഛൻ പറയാണ്, മോളെ ഞാൻ എടുക്കാം. സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായ അത്തർ വിതരണം ചെയ്യുന്നത് ലേജുവിൻ്റെ അച്ഛനാണ്. അച്ഛനൊപ്പം ലേജുവും സൂപ്പർ മാർക്കറ്റിലെത്തി. 1 കിലോഗ്രാം ഭാരം വരുന്ന എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ വാങ്ങാറുണ്ട്? 1 കിലോഗ്രാം പഞ്ചസാര വാങ്ങണം. പിന്നെയോ ഉപ്പ് വാങ്ങാം, ചെറുപയർ, കടല, തക്കാളി, ഉള്ളി, ഇനി പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി പോലെ അല്ലേ ഒരുപാട് വാങ്ങാം അല്ലേ കിലോഗ്രാമിൽ. ലേജവും അച്ഛനും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അരി 10 കിലോഗ്രാം, ആട്ട 5 കിലോഗ്രാം, റവ 2 കിലോഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, അരിപ്പൊടി 2 കിലോഗ്രാം, ചെറുപയർ 1 കിലോഗ്രാം. അപ്പോൾ എന്താണ് അച്ഛൻ പറയുന്നത്? സാധനങ്ങൾ ഞാൻ എടുക്കാം. അപ്പോൾ ലേജു ചോദിക്കുകയാണ് ഓട്ടോ വിളിക്കണേന്ന് അല്ലേ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ഭാരം എത്രയാണ്? എത്ര കിലോഗ്രാം ഉണ്ട്? അപ്പോൾ മൊത്തം കൂട്ടി നോക്കിയാൽ പോരെ. അപ്പോൾ അരി 10, ആട്ട 5, അപ്പോൾ 10 കൂട്ടണം 5 15. റവ 2 കിലോഗ്രാം ആണ്. അപ്പോൾ 15നോട് 2 കൂട്ടുമ്പോൾ 17. പഞ്ചസാര 1 കിലോഗ്രാം ആണ്. 17ഉം 1ഉം 18. അരിപ്പൊടി 2 കിലോഗ്രാം ആണ്. 18ഉം 2ഉം 20. ചെറുപയർ 1 കിലോഗ്രാം ആണ്. ഇപ്പോൾ 21 കിലോഗ്രാം സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലേജുവിൻ്റെ അച്ഛൻ മൊത്തമായിട്ട് വാങ്ങിയത്. ഇനി എന്തൊരു ഭാരം! ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് തനിയെ ഉയർത്താനാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉയർത്താനാകാത്തതോ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചെന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് പൊക്കി നോക്കുക. പൊക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഫസ്റ്റത്തെ ബോക്സിലും പൊക്കാൻ കഴിയാത്തത് സെക്കൻഡ് ബോക്സിൽ എഴുതുക അല്ലേ. ബാഗ്, ബോക്സ്, പെൻസില്, പെന്ന്, ഡെക്സ്റ്റർ അതൊക്കെ എന്താണ് ഉയർത്താൻ കഴിയൂലേ. എന്നാൽ ഡെസ്ക്, ബെഞ്ച് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കഴിയുമായിരിക്കും. അതുപോലെ അലമാര അങ്ങനെ ഉള്ളത് ഉയർത്താനാവാത്തതിൽ എഴുതാം കേട്ടോ. ഇവിടെ 2 കുട്ടികൾ അവരുടെ ബാഗിൻ്റെ ഭാരം നോക്കുകയാണ്. ഒരു കുട്ടി പറയാണ് എൻ്റെ ബാഗിനാണ് ഭാരം കൂടുതൽ എന്നല്ലേ. മറ്റേ കുട്ടി പറയാണ് അല്ല എൻ്റേതിനാന്ന്. അപ്പോൾ ആരുടെ ബാഗിനാണ് മക്കളെ ഭാരം കൂടുതൽ എന്ന് എങ്ങനെയാ അറിയാം? ഭാരം കൂടുതലുള്ള ഭാഗം താഴ്ന്നിരിക്കൂ കേട്ടോ. ഇനി അളന്ന് നോക്കാൻ എന്തൊക്കെ? ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഭാരം അളക്കുന്നത് കിലോഗ്രാമിലോ ഗ്രാമിലോ ആണ്. കിലോഗ്രാമിനേക്കാൾ ചെറിയ അളവാണ് ഗ്രാം അല്ലേ. അളന്ന് നോക്കിയാലോ. ആദ്യം നിങ്ങളുടെ ബാഗിൻ്റെ ഭാരം നിങ്ങൾ ഊഹം എഴുതണം. അതിന് ശേഷം അളന്നിട്ട് എഴുതണം. പിന്നെയോ സുഹൃത്തിൻ്റെ ബാഗിൻ്റെ ഭാരവും ഊഹിച്ചെഴുതുക, പിന്നെ അളന്നിട്ട് എഴുതുക. പിന്നെ നിങ്ങളുടെ ഭാരം എത്രയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഉണ്ടാവില്ല, നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് അത് ഊഹിച്ചെഴുതുക. എന്നിട്ട് വെയിറ്റ് മെഷീനിൽ നോക്കിയിട്ട് എഴുതുക. അതുപോലെ തന്നെ സുഹൃത്തിൻ്റേതും അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ.
അടുത്ത പ്രവർത്തനം ഒരു ആരോഗ്യ ചാർട്ടാണ് കേട്ടോ. ക്ലാസ്സിലുള്ളവരുടെ വിവരങ്ങൾ കണ്ടെത്തി ചാർട്ട് പൂർത്തിയാക്കൂ. അപ്പോൾ അതിൽ ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും വെവ്വേറെ എഴുതണം. ആൺകുട്ടികളുടെ പേര് ആദ്യം എഴുതുക, അവരുടെ വയസ്സ്, അവരുടെ ഉയരം എത്ര സെൻറ്റിമീറ്റർ ആണ്, ഭാരം എത്ര കിലോഗ്രാം ആണെന്ന് എഴുതുക. അതുപോലെ പെൺകുട്ടികളുടേതും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നവരുടെയൊക്കെ നിങ്ങളിവിടെ ശേഖരിക്കണം. അതിനുശേഷമാണ് താഴത്തെ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചാർട്ട് പ്രകാരം 7, 8, 9 വയസ്സ് പ്രായത്തിലുള്ളവർക്ക് ഉണ്ടാകേണ്ട ഉയരവും ഭാരവുമാണ് പട്ടികയിൽ. ആൺകുട്ടികൾ നോക്കിക്കേ, 7 വയസ്സാണെങ്കിൽ 122 സെൻറ്റിമീറ്റർ ആണ് ഉയരം വേണ്ടത്. ഭാരം 23 കിലോഗ്രാം. ഇനി 8 വയസ്സാകുന്ന സമയത്ത് 127 വേണം ഉയരം, 26 കിലോ ഭാരം വേണം. പിന്നെ 9 വയസ്സാവുമ്പോൾ 133 ഉയരം വേണം, അതുപോലെ തന്നെ 28 കിലോ ഭാരം വേണം. പെൺകുട്ടികളുടെ തന്നിട്ടുണ്ട്, ചെറിയ മാറ്റത്തിലാണ് പെൺകുട്ടികളുടേതുള്ളത്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഭാരവും ഉയരവും മുകളിൽ തന്ന ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പം മക്കൾ മുകളിലത്തെ ചാർട്ടും കൂടെ പൂർത്തിയാക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് എത്ര ഭാരമാണോ എത്ര ഉയരമാണോ ഏകദേശം ഒരുപോലെ നിൽക്കുന്നത് നോക്കിയിട്ട് ഏകദേശം ഇത്രയിൻ്റെ ഉള്ളിലാണ് എല്ലാവരുടെയും ഭാരവും ഉയരവും എന്ന് ഒരു കുറിപ്പ് എഴുതിയാൽ മതി കേട്ടോ. അതിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ തൂക്കം, അത് ഉയരം ഒക്കെ തന്നെ ഇതിനേക്കാട് കുറവാണെങ്കിൽ നിങ്ങൾ എഴുതുക ആവശ്യത്തിനുള്ളതില്ല, അധിക കുട്ടികൾക്കും കുറവാണെന്ന്. ഇനി കൂടുതലാണെങ്കിൽ എല്ലാവർക്കും കൂടുതലുണ്ട്, അല്ലെങ്കിൽ മിനിമത്തിൽ നിൽക്കുകയാണെങ്കിൽ വേണ്ടതെല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിക്ക് മക്കൾ എഴുതണേ. അപ്പോൾ ഇതൊക്കെ മക്കൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്, ചെയ്ത് നോക്കിയിട്ട് എഴുതേണ്ട പ്രവർത്തനമാണ്, അതുകൊണ്ടാട്ടോ എഴുതി കാണിക്കാത്തത്. അടുത്തത് ഭക്ഷണ കിറ്റ്. ലേജുവിൻ്റെ വീടിനടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബ് ഓണത്തിന് വിതരണം ചെയ്ത കിറ്റിൽ ഉൾപ്പെടുത്തിയ വിവിധ സാധനങ്ങളും അവയുടെ ഭാരവുമാണ് താഴെ പട്ടികയിൽ തന്നിട്ടുള്ളത്. തേയില 100 ഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, കശുവണ്ടി പരിപ്പ് 40 ഗ്രാം, നെയ്യ് 50 ഗ്രാം, ഏലയ്ക്ക 10 ഗ്രാം, ശർക്കര വരട്ടി 50 ഗ്രാം, മുളക് പൊടി 500 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, പച്ചരി 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 200 ഗ്രാം, ഉപ്പ് 1 കിലോഗ്രാം, ഏത്തക്ക ചിപ്സ് 250 ഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട്? പഞ്ചസാര ഉണ്ട്, പിന്നെയോ വെളിച്ചെണ്ണ ഉണ്ട്, ഉപ്പുണ്ട് അല്ലേ? അപ്പോൾ 3 സാധനങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവയുടെ ഭാരം എത്രയാണ്? ഓരോന്നിനും ഓരോ കിലോഗ്രാം ആണല്ലേ, അപ്പം 3 എണ്ണത്തിനും കൂടെ 3 കിലോഗ്രാം. ഇനി അതിൽ തന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? 1 കിലോഗ്രാമിൽ കുറവ് ഭാരമുള്ള ഏതെല്ലാം സാധനങ്ങളുണ്ട്? തേയില, കശുവണ്ടി പരിപ്പ്, നെയ്യ്, ഏലയ്ക്ക, ശർക്കര വരട്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചരി, ചെറുപയർ, തുവരപ്പരിപ്പ്, ഏത്തക്ക ചിപ്സ് അല്ലേ? 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 കിലോഗ്രാമാണ്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാം. 750 ഗ്രാം എന്ന് പറഞ്ഞാൽ 3/4 കിലോഗ്രാം. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം അല്ലേ? ഇനി വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എത്ര കുപ്പി? ഒരു പലചരക്ക് കടയിൽ 10 ലിറ്റർ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 ലിറ്റർ കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര കുപ്പി വേണം? എത്ര വേണം മക്കളെ? 10 ലിറ്റർ ആണുള്ളത്. ഓരോ ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറയ്ക്കാൻ 10 കുപ്പികൾ വേണം അല്ലേ? ഇനി 2 ലിറ്ററിൻ്റെ കുപ്പിയിലാണെങ്കിലോ നിറയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും അല്ലേ? 5 കുപ്പി വേണം. രണ്ടാമത്തെ ചോദ്യം, ലേജുവിൻ്റെ വീട്. ലേജുവിൻ്റെ വീട് പെയിൻറ് ചെയ്യണം. വാങ്ങിയ പെയിൻറ്റിൻ്റെ അളവ് ചുവടെ കൊടുക്കുന്നു. പെയിൻറ്റിൻ്റെ നിറം, അളവ് അങ്ങനെ തന്നിട്ടുണ്ട്. വെള്ള 20 ലിറ്റർ, പച്ച 5 ലിറ്റർ, മഞ്ഞ 5 ലിറ്റർ, വയലറ്റ് 1 ലിറ്റർ, നീല 2 ലിറ്റർ. ആകെ എത്ര പെയിൻറ് വാങ്ങി? അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നോക്കണം. അതുകൊണ്ട് 20 + 5 + 5 + 1 + 2 എത്രയാ? 20ഉം 5ഉം 25. അതിനോട് 5 കൂട്ടുമ്പോൾ 30, 31, 31നോട് 2 കൂട്ടുമ്പോൾ 33 ലിറ്ററാണ് ലേജുവിൻ്റെ വീട് പെയിൻ്റ് അടിക്കാൻ ആവശ്യമായിട്ട് വാങ്ങിയത് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടറിൻ്റെ ഭാരം 29 കിലോഗ്രാം ആണ്. ഒഴിഞ്ഞ സിലിണ്ടറിൻ്റെ ഭാരം 15 കിലോഗ്രാം ആണ്. സിലിണ്ടറിനുള്ളിലുള്ള ദ്രാവകത്തിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ മക്കൾ നോക്കുക, ഒരു ഒഴിഞ്ഞിട്ടുള്ള സിലിണ്ടറിൻ്റെ ഭാരം എന്ന് പറയുന്നത്, ഗ്യാസ് കുറ്റിയുടെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്.
അതിനുള്ളിലുള്ള ഭാരം വരുന്ന സമയത്ത് അത് 29 കിലോ ആവുന്നുണ്ട്. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഭാരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണെന്നിങ്ങനെ കണ്ടുപിടിക്കുക. 29-ൽ നിന്നും ഈ 15 അങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ എത്രയാണ്? 14 കിലോ ആണല്ലേ. ഇനി പകുതി ഗ്യാസ് ഉള്ളപ്പോൾ സിലിണ്ടറിൻ്റെ ആകെ ഭാരം എത്രയാണ്? പകുതി ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഇല്ലാതെ സിലിണ്ടറിന് 15 കിലോ ആണ്. ആ ഗ്യാസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 14 ആണല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി കൂടെ ഈ ഒഴിഞ്ഞ സിലിണ്ടറിലേക്ക് കൂട്ടണം. അപ്പോൾ 14ൻ്റെ പകുതി 7 ആണ്. അപ്പോൾ 15 ഈ കുറ്റിയുടെ ഭാരമാണ്. അതിലേക്ക് 7 കൂട്ടുന്ന സമയത്ത് 22 കിലോഗ്രാമാണ് പകുതി ഗ്യാസ് ഉള്ളപ്പോൾ സിലിണ്ടറിൻ്റെ ഭാരം. ഇനി 4-മത്തെ ചോദ്യം, എണ്ണ അളക്കാം. 500 മില്ലി ലിറ്റർ എണ്ണ വേണം. 200 മില്ലി ലിറ്റർ, 100 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണ് ഉള്ളത്. ഇവയുപയോഗിച്ച് 500 മില്ലി ലിറ്റർ എണ്ണ എങ്ങനെയൊക്കെ അളക്കാം? അപ്പോൾ 500 മില്ലി ലിറ്റർ ആണുള്ളത്. 200ൻ്റെയും 100ൻ്റെയും അളവ് പാത്രങ്ങളാണുള്ളത്. അപ്പോൾ 2 200ഉം ഒരു 100ഉം വേണമെങ്കിൽ എടുക്കാം. 5 100 വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഒരു 200ഉം 3 100ഉം എടുക്കാം. എങ്ങനെ അളന്നാലും എണ്ണ 500 മില്ലി ലിറ്റർ തന്നെ ആയിരിക്കും അല്ലേ. അടുത്തത് എങ്ങനെ അളക്കാം? 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണ് ഉള്ളത്. ഇവയുപയോഗിച്ച് 100 മില്ലി ലിറ്റർ അളക്കുന്നത് എങ്ങനെ? ആദ്യം 500 മില്ലി ലിറ്റർ അളന്നതിന് ശേഷം അത് 200 മില്ലി ലിറ്ററിൽ ഒഴിക്കാം. അപ്പം ബാക്കി എത്ര? 500 മില്ലി ലിറ്ററിൻ്റെ അളവ് പാത്രത്തിൽ ഉണ്ടാവുക 300 അല്ലേ. വീണ്ടും 300-ൽ നിന്ന് 200 മില്ലി ലിറ്റർ അളവ് പാത്രത്തിലേക്ക് ഒഴിക്കുക. ബാക്കി എത്രയാ? 100 ആണല്ലേ ഉണ്ടാവുക. 2 പ്രാവശ്യം 200 മില്ലി ലിറ്റർ അളക്കുന്ന സമയത്ത് 500 മില്ലി ലിറ്റർ അളവ് പാത്രത്തിൽ 100 മില്ലി ലിറ്റർ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ഇനി അവസാനത്തെ ചോദ്യം, ഗണിത ലാബ്. ഗണിത ലാബിലേക്ക് 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി. 4 കട്ടികളുടെയും ആകെ ഭാരം എന്ന് പറയുന്നത് 15 കിലോഗ്രാം ആണ്. ഈ കട്ടികൾ ഉപയോഗിച്ച് 1 മുതൽ 15 കിലോഗ്രാം വരെയുള്ള ഭാരം അളക്കാം. ഓരോ തൂക്കക്കട്ടിയുടെയും ഭാരം എത്രയാണ്? ഒന്നാമത്തേത് 10 കിലോഗ്രാമിൻ്റേത്, രണ്ടാമത്തേത് 3 കിലോഗ്രാം, പിന്നെ 2 കിലോഗ്രാം, 1 കിലോഗ്രാം. എങ്ങനെ വെച്ചാൽ 1 മുതൽ 15 കിലോഗ്രാം വരെയുള്ള ഭാരങ്ങൾ അളക്കാൻ പറ്റണം. അപ്പോൾ ഒന്നാമത്തെ കിലോഗ്രാം അളക്കാൻ 1 കിലോഗ്രാമിൻ്റെ കട്ട വെച്ചാൽ മതി. രണ്ടാമത്തേതിന് 2 കിലോഗ്രാമിൻ്റേത്, മൂന്നാമത്തതിൻ്റേത് 3 കിലോഗ്രാമിൻ്റേത്, 10-മത്തതോ 10 കിലോഗ്രാം ആണെങ്കിൽ 10 കിലോഗ്രാമിൻ്റെ കട്ട വെച്ചാൽ മതി. അതിനിടയിൽ 4 മുതൽ 9 വരെയുള്ള തൂക്കമാണ് നമുക്ക് സാധനം വേണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അളക്കുക? അപ്പം നമ്മുടെ കയ്യിലുള്ള കട്ടകൾ ഏതൊക്കെയാണ്? 10 കിലോഗ്രാം, 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 3 കിലോഗ്രാം. അപ്പോൾ നമ്മൾ 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും 10-ൻ്റെയും എടുക്കാൻ സിമ്പിളാണ് അല്ലേ. ഇത് നമുക്കൊരു തുലാസായിട്ട് വിചാരിക്കാം കേട്ടോ. തുലാസിൻ്റെ 2 ഭാഗങ്ങളായിട്ട് വിചാരിക്കാം. 4 കിലോഗ്രാം ആണ് നോക്കേണ്ടതെങ്കിൽ 1-ൻ്റെ കട്ടയും 3-ൻ്റെ കട്ടയും ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി അതേ സമയത്ത് 5 കിലോഗ്രാം ആണെങ്കിൽ 2-ൻ്റെ കട്ടയും 3-ൻ്റെ കട്ടയും വെക്കാം. അപ്പോൾ 5 കിലോഗ്രാം ആയില്ലേ. ഇനി 6 കിലോഗ്രാം ആണെങ്കിലോ 1-ൻ്റെതും 2-ൻ്റെതും 3-ൻ്റെതും വെക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ 6 കിലോഗ്രാം ആയി. ഇനി 7-ൻ്റെത് 8-ൻ്റെത് 9-ൻ്റെതാണല്ലേ നമുക്ക് നോക്കേണ്ടിയത്. ഇനി 7 വേണ്ടതെങ്കിൽ 3-ൻ്റെ കട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ 10ഉം ഇവിടെയുള്ള 7 സാധനവും 3ഉം 10 തന്നെ ആയില്ലേ. ഇനി 8 വേണ്ടതെങ്കിൽ 2-ൻ്റെ കട്ട വെച്ച് കൊടുക്കുക. മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്, ശ്രദ്ധിക്കണേ. 2-ൻ്റെ കട്ട വെച്ച് കൊടുക്കും. നമ്മളിതിലേക്ക് എത്ര സാധനങ്ങൾ ഇട്ടാലും ഈ നേരെ 10 തൂങ്ങുന്ന സമയത്ത് ഈ 2-ൻ്റെ കട്ട ഉണ്ടല്ലോ ഇതില്ലേ. അപ്പോൾ ഇത് മൊത്തം നേരെ തൂങ്ങുന്ന സമയത്ത് അത് 10 റെഡി ആകുമ്പോൾ എന്തായിരിക്കും? 2 അങ്ങ് പോയാൽ സാധനം 8 ആയിരിക്കും ഉണ്ടാവുക. ഇനി 9-ൻ്റെതാണെങ്കിലോ ഇവിടെ 1 കിലോഗ്രാമിൻ്റെ കട്ട വെച്ച് കൊടുക്കുക. ബാക്കി സാധനം അപ്പോൾ എത്രയായിരിക്കും? 9 കിലോഗ്രാം ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 4 കട്ടകൾ കിട്ടിയാൽ നമ്മൾ അളന്ന് നോക്കുക. ഇനി 11, 12, 13 അല്ലേ, അതൊക്കെ കാണാൻ എളുപ്പമാണ് അല്ലേ. 14 കാണാനോ? 14 കിലോഗ്രാം ഭാരം കണക്കാക്കുന്നത് എങ്ങനെ? 10-ൻ്റെയും 1-ൻ്റെയും 3-ൻ്റെയും കട്ടകൾ വെച്ച് കൊടുത്താൽ മതി. ഇനി 7 കിലോഗ്രാം കണക്കാക്കുന്നതോ നമ്മൾ പറഞ്ഞു അല്ലേ.
10 ഒരു ഭാഗത്തും 3 ഒരു ഭാഗത്തും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് സാധനങ്ങൾ വരുന്ന സമയത്ത് എന്തായി, ആ 10 നേരെ തുലാസ് തൂങ്ങുന്ന സമയത്ത് അതിലുള്ള സാധനം ആ 3 കിലോഗ്രാം അതിൽ വെക്കുമ്പോൾ ബാക്കി 7 അല്ലേ, 10 നിന്നും 7 കുറയ്ക്കുമ്പോൾ 3 ആ 3 കിലോഗ്രാമാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു ഭാഗത്ത് 10ഉം ഒരു ഭാഗത്ത് 3ഉം കട്ടകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. കുറച്ചൊക്കെ മക്കൾ സ്വയം ചെയ്യാനുള്ളതുണ്ട്. അതൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യുക കേട്ടോ. ക്ലാസ്സിലൊക്കെ നല്ലപോലെ ചെയ്യുക. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ പേരോ നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നതെന്ന് അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. കഴിയുന്നതും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ നോക്കേ. എന്നാൽ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.